ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിലുള്ള ഒരു വെണ്ടക്ക മുട്ടത്തോരനാണ് കേട്ടോ. നമുക്ക് ചോറിന്റെ കൂടെ ഒക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള, നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെണ്ടക്ക മുട്ടത്തോരനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ ശ്രദ്ധിക്കണേ, എന്നാലേ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കണം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് വെണ്ടക്ക മുട്ടത്തോരൻ എങ്ങനെ ഉണ്ടാക്കണം എന്ന് കണ്ടു നോക്കാം. അപ്പൊ ഞാനിത് അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് വെണ്ടക്ക എടുത്തിട്ടുണ്ട്. ഒരു 10ഓളം വെണ്ടക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. വെണ്ടക്ക നന്നായിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ റൗണ്ട് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മള് വെണ്ടക്ക മേക്കബിലിറ്റി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് കട്ട് ചെയ്യൂല, അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. അപ്പൊ ഞാൻ എന്താ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള എടുത്തിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതൊരു പച്ചമുളക് കൂടി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. ഒരു തണ്ട് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പൊ ഞാൻ അവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ 10 വെണ്ടക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 10 വെണ്ടക്കായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് 4 മുട്ട കൂടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ടന്റെ അളവും വെണ്ടക്കന്റെ അളവൊക്കെ കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പൊ ഞാൻ അത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടാതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാതിന് ശേഷം കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക് ഒന്നിട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. കുറേ വഴറ്റിയെടുക്കൊന്നും വേണ്ട, ചെറുതായിട്ട് കളർ ഒന്ന് ചേഞ്ച് ആയി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പൊ ഞാൻ അതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് സവാളന്റെ ഒക്കെ ഒന്ന് കളറ് ചെറുതായിട്ടൊന്ന് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് അറിയില്ല ക്യാമറന്റെ ലൈറ്റ് കൊണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ അതിലേക്ക് വെണ്ടക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണ്ടേ. നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ടേ. പാകത്തിന് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കണ്ടേ. പിന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഇതുപോലെ ഒന്നും വഴറ്റിയെടുക്കുക കേട്ടോ. വെണ്ടക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം കുറേ സമയമാണ് വഴറ്റിയെടുക്കരുത്, ചെറുതായിട്ട് ഒന്നും വഴറ്റി കൊടുത്താൽ മതിയേ. അപ്പൊ ഞാൻ അതുപോലെ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെണ്ടക്കയിലേക്ക്. നമുക്കത് അടച്ചു വെച്ചിട്ട് ഒന്ന് 2 മിനിറ്റ് സമയം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ. വെണ്ടക്ക മാത്രം ഇതുപോലെ തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് 2 മിനിറ്റ് സമയം ഒന്ന് വേവിച്ചെടുത്താൽ മതിയേ. അപ്പൊ ഇതപ്പോൾ 2 മിനിറ്റ് സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ വെണ്ടക്ക പാകത്തിനൊന്ന് വെന്ത കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 4 മുട്ട അതുപോലെ ഒന്ന് പൊട്ടിച്ചൊരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്കും ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ വെണ്ടക്കയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണ്ടേ. അപ്പൊ ഞാൻ മുട്ട മുഴുവനായിട്ട് വെണ്ടക്കയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് അതുപോലെ ചെറുതായിട്ട് ഒന്നും മിക്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം കുറേ കുത്തി ഇളക്കി കൊടുക്കരുത്, ചെറുതായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് 2 മിനിറ്റ് സമയം അങ്ങനെ തന്നെ വെക്കണേ. 2 മിനിറ്റിന് ശേഷം ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക കേട്ടോ. അല്ലേ ഇപ്പൊ നമ്മളെ മുട്ട ചെറുതായിട്ടൊന്ന് വെന്ത കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കാം കേട്ടോ. വെണ്ടക്കയും മുട്ടയും ഇതുപോലെ ഒന്ന് മിക്സ് ആയിട്ട് കൊടുക്കണ്ടേ. നമ്മള് മുട്ട ചില്ലിയൊക്കെ ഉണ്ടാക്കൂല, അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ അപ്പൊ ഇപ്പൊ 2 മിനിറ്റ് സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് കിട്ടിയിട്ടുണ്ട്. വെണ്ടക്കയും മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഒക്കെ വേറെ വേറെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. വെണ്ടക്കയും മുട്ടയൊക്കെ കണ്ടില്ലേ, അതുപോലെ ഒന്ന് വേറിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് കേട്ടോ. വെണ്ടക്ക ഒട്ടി പിടിക്കണൊന്നും ഇല്ല കേട്ടോ. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാം അടിപൊളിയായിട്ടുള്ള വെണ്ടക്ക മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ. ഇത് നമുക്ക് ചോറിന്റെ കൂടെ ഒക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള തോരനാണ് കേട്ടോ. പിന്നെ ഇത് ഈ ചൂടോടൊക്കെ തന്നെ കഴിക്കണം കേട്ടോ. ചൂടാറി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലേ. ഈ ചൂടോടൊക്കെ തന്നെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. വെണ്ടക്ക ഇതുപോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വെണ്ടക്ക കഴിക്കാത്തവര് വരെ കഴിക്കൂട്ടോ. അത്രക്കും ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മളെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റാണ്. നമുക്ക് ചോറിന്റെ കൂടെ സൈഡായിട്ടും അല്ലാതെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് കേട്ടത്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി വെണ്ടക്ക വാങ്ങുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഒന്ന് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.